അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ദൈവവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ശിഷ്ടരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ജീവിക്കും, എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും, എങ്ങോട്ട് പോകണം, ആര് പറഞ്ഞ കേൾക്കണം, പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ, പല പല രീതികളുണ്ടല്ലോ, പല പല ചിന്തകളുണ്ടല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോൾ ആകപ്പാട് മനസ്സ് മുട്ടി മൊഴി മുട്ടി കുഴങ്ങുന്നവർ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്രത്തെ മരുന്ന് കഴിച്ചിട്ടും
പിന്നെയും മാറി മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പാടില്ല, അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിലും നയിക്കുക. ആമേൻ. ലൂക്ക 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇത് നിസ്സാരമായ ഒരു വചനമല്ല. ഇതിന്റെ കണക്ഷൻ കിടക്കുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിലും നിശ്ചലമായ ജലാശയങ്ങളുമാണ്. അവിടുന്ന് തന്നെ പച്ചയായ പുൽപ്പുറങ്ങൾ അവിടെ നിന്ന് കിടത്തും, നിശ്ചലമായ ജലാശയത്തേക്ക് അവിടെ തന്നെ നയിക്കും. അങ്ങനെ നയിച്ച് ജോർദാൻ നദിയിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഈശോ പരിശുദ്ധം നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? കാലാവസ്ഥ മാറി. മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു ചോദിക്കണില്ലേ? ആ ദൈവത്തിൻ്റെ ചോദ്യമാണത്. അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു വിശ്വാസമായിട്ട് തുടരാൻ നിങ്ങൾ അക്സെപ്റ്റബിൾ അല്ല. അതാണ് വിഷയം. മസ്റ്റ് ബി നോട്ട്. അത് നിസ്സാര കാര്യമല്ലത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോർദാനിൽ നിന്ന്, ആ ജോർദാൻ നദിമുഖത്ത് നിന്ന് എങ്ങോട്ടാണ് ഈശോ പോണത്? ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജോർദാനിൽ നിന്ന് മടങ്ങി, ജോർദാൻ നദിമുഖത്തിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പൊ നോക്കിയേ, ഇവ മൗനമായി തന്നെ പോവുകയാണ്. യാതൊരു റിയാക്ഷനും ഇല്ല, റെസ്പോൺസില്ല, അതുപോലെ തന്നെ മൽപ്പിടുത്തങ്ങളില്ല, ഒന്നുമില്ല. അതായത് ഈ നദീമുഖത്ത് നിന്ന് പിന്നീട് നേരെ ഓപ്പോസിറ്റ് കാലാവസ്ഥയിലേക്കാണ് ഈശോ പോണത്. അതുകൊണ്ടാണ് ജോബ് ചോദിക്കുന്നത്, മസ്റ്റ് ബി നോട്ട് ടേക്ക് സോറോ ടു. അതൊക്കെ മുമ്പ് ഈശോയ്ക്ക് ഒരു സ്റ്റാറ്റസ് കൊടുക്കും ദൈവം. ഭയങ്കര രസമാണ് ഈ ബൈബിള്. അതായത് ഈ ജോർദാൻ നദി വെച്ച് ഈശോയ്ക്ക് സ്റ്റാറ്റസ് കൊടുക്കും. എന്താ പറയണത്? ദിസ് ഈസ് മൈ ബിലവഡ് സൺ. അതാണ് സ്റ്റാറ്റസ്. ഈ സ്റ്റാറ്റസ് വാങ്ങിച്ചിട്ടാണ് ഈശോ മരുഭൂമിയിലേക്ക് പോണത്. സ്നാനം കഴിഞ്ഞയുടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഇതാണ് ഈശോയ്ക്ക് കിട്ടിയ സ്റ്റാറ്റസ്. എന്താണത്? പദവി എന്താണ്? ഇവൻ എൻ്റെ, ദിസ് ഈസ് മൈ ബിലവഡ് സൺ. ഇപ്പം സ്റ്റാറ്റസ് ഡിക്ലെയർ ചെയ്ത് ഡിഫൈനായി അല്ലേ? ഇനി മരുഭൂമി എന്താ? ഇനി നേരെ ഈശോനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണ കാണാം. നമ്മുടെ ജീവിതമായിട്ട് കൂട്ടിച്ച് വായിക്കണം കേട്ടോ. ഇത് നമ്മൾ പലപ്പോഴും ജീവിക്കുന്ന ജീവിതം ആധ്യാത്മിക ജീവിതമല്ല, ഭക്ത ജീവിതമാണ്. ഭക്ത ജീവിതം ആർക്ക് വേണം? നമ്മളെല്ലാം ജീവിച്ചു കൊണ്ട ജീവിതം ഉണ്ടല്ല, ഭക്ത ജീവിതമാണ്. ഭക്ത ജീവിതവും ബൈബിൾ ജീവിതവും തമ്മിൽ ചില സമയത്ത് സമാന്തര രേഖയായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ ഗതി പിടിക്കാത്തതിൻ്റെ കാരണം എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പം ഭക്തിയുടെ കൊടുമുടിയിൽ നിന്ന് ഈശോ ഇറങ്ങി എങ്ങോട്ടാണ് പോണത്? ആത്മാവിനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ അവൻ്റെ ഈ സ്റ്റാറ്റസ് എന്താണ്? ബിലവഡ് സണ്ണാണ്.
ഈ ബിലവഡ് സൺ ആരുടെ ബിലവഡ് സണ്ണാണ്? ദിസ് ഈസ് മൈ ബിലവഡ് സണ്ണാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്വന്തം പുനോമന മകന. അതാണ് സ്റ്റാറ്റസ്. ഇനി മരുഭൂമി എക്സ്പീരിയൻസ് വരുമ്പോൾ ഇപ്പം ഈ എക്സ്പീരിയൻസ് എന്ത് എക്സ്പീരിയൻസാണ്? ദൈവം നമ്മുടെ പിതാവാണ്, നമ്മളെ ദൈവത്തിന് മഹത്വവും അതുപോലെ തന്നെ നമ്മൾക്ക് ദൈവം അംഗീകാരമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പശ്ചാത്തലപ്പുറങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. നിശ്ചയമായ ജലാശയത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ഹോളവും കുടിച്ച് വിശ്രമിച്ച് നിൽക്കുകയാണ്. ഇവിടുന്ന് നേരെ കാലാവസ്ഥ ഭേദത്തിലേക്ക് വരും. പിന്നെ എങ്ങോട്ടാണ് പോണത്? മരുഭൂമിയിലേക്ക്. ഈ മരുഭൂമി കൊണ്ടുപോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബോധമുണ്ട്. എന്താ കാര്യം? ആത്മാവാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒന്ന് ആ വചനം ഒന്നൊരു വായിച്ചേ. ലൂക്കാ 4:1. ലൂക്കാ 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. അതായത് ഈ ജോർദാനിന്റെ എല്ലാ സർവസമ്പദ് സമൃദ്ധിയിൽ നിന്നും മടങ്ങുകയാണ്. എപ്പോഴായാലും മടങ്ങേണ്ടി വരും മക്കളെ. ദൈവ പൈതലാണ് നീ. ജോബ് മടങ്ങിയത് കണ്ടില്ലേ? ഇപ്പം ഈശോയും മടങ്ങുകയാണ് ശരിക്കും. അതായത് എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടം വന്നാൽ നമ്മുടെ മനസ്സിന് ആദ്യമേ ഉണ്ടാകണം ഇവിടുന്ന് മടങ്ങേണ്ടി വരുമെന്ന്. ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ഭക്തിയും പ്രാർത്ഥനയും കാണിക്കുന്നത്? മടങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ശരിയല്ലേ? അതായത് നമുക്ക് പണി ഉണ്ടാക്കല്ലേ, പണി വരല്ലാതിരിക്കുന്നത്. പക്ഷേ ദൈവപൈതലാണെങ്കിൽ ഈ ബൈബിളിലെ നിർഭയത്വം എന്താണ്? ബൈബിളിലെ നിർഭയത്വം എന്ന് പറയുന്നത് വിൽ ഓഫ് ഗോഡ് സ്വീകരിക്കാനുള്ള കഴിവിനാണ് നിർഭയത്വം എന്ന് പറയുന്നത്. അല്ലാതെ ഇടിവെട്ടും പാമ്പ് കഴിയുമൊന്നുമല്ല. ബൈബിളിലെ നിർഭയത്വം എന്ന് പറഞ്ഞത് എന്താണ്? വിൽ ഓഫ് ഗോഡ് കാലാവസ്ഥ ഭേദങ്ങളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ നിർഭയത്വം എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ നിർഭയത്വത്തിൻ്റെ കൂടെ വേറൊരു സാധനം വരുന്നുണ്ട്. ഫിയർ നോട്ട്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻഡ്. അതായത് തമ്മിൽ യോജിച്ചാൽ പോണത്. വിൽ ഓഫ് ഗോഡ് വരുമ്പോൾ ഇപ്പം ഈശോ ആത്മാവ് അവനെ, വിൽ ഓഫ് ഗോഡാണത്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഒന്ന് പറഞ്ഞ മക്കളെ, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇപ്പൊ ഒരു ദൈവ പൈതലാകുമ്പോ സ്വാഭാവികമായിട്ടും മരുഭൂമിയാണെങ്കിലും നയിക്കണ ദൈവമാണെന്നൊരു ബോധം ഉണ്ടാകണം. ഇപ്പം കടമാണ്, രോഗമാണ്, ഭർത്താവ് എന്നോട് സംശയമാണ്, എൻ്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് വരയില്ല എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോഴും ഓർക്കണം ദൈവവേദനെ, നീ പതറരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. എന്താണ്? നയിക്കണത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാകണം. അളവില്ലാത്ത സകല നന്മസ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായ ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു, സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും
ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിൻ്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് നന്മ നിറസ്തി അങ്ങയുടെ കൂടെ അംഗപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ. ഒന്നാം ദൈവരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പൂങ്കാവനത്തിൽ വച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴിനടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവരഹസ്യം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. രണ്ടാം ദൈവരഹസ്യം സമർപ്പിക്കുമ്പോൾ കൃപാസനത്തിൽ നാളിതുവരെ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്തവരെയും, ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം നമുക്ക് കാഴ്ചയർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കാം. മൂന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മേഖലകളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ലോകത്തിന് കൊടുക്കുവാനുള്ള കൃപാസനത്തിൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ അനുഭവവേദ്യമാകുവാൻ കനിവുണ്ടാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. നാലാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയുടെ വിവേചന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുവാനും ഒരു സമർപ്പിത സമൂഹം ഉയർന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മ വഴി അനേകായിരങ്ങൾ ഈശോയിലേക്ക് പിന്തിരിയുവാൻ കനിവാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രസം നമുക്ക് സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം ദൈവരഹസ്യം. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഗാഗുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ മാതാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെട്ടുവെന്ന് ധ്യാനിക്കാം. ഈ അഞ്ചാം ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ മരിയൻ അപ്പാരിഷൻ സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കോസ്റ്റൽ ഫോക്ക് ആർട്ട് അക്കാദമിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രത്യേകിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ നിർമ്മാണ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടലുകൾ ഉണ്ടാകുവാനും സമയോചിതമായി പൂർത്തീകരിക്കാനുമുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രഹസ്യം സമർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ശ്രീഹന്മാരായ വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യക മാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരേ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീടുകിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ.
ആമേൻ. പിതാവിൻ്റെയും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എൻ്റെ പേര് ക്ലെയർ. ഞാൻ എറണാകുളം മൂലമ്പള്ളി സെയിൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 9, 2022 അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയാനായിട്ട്, ഞാൻ 12th പഠിക്കുന്ന സമയത്ത് പൊതുവേ എനിക്ക് എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ഒരു പേടിയാണ്. അറ്റംപ്റ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും പേടി കൊണ്ടിട്ട് ഞാൻ എക്സാംസൊക്കെ എല്ലാം ലേറ്റായിട്ട് എഴുതും, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മറക്കും. ഇങ്ങനത്തെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ 12th ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി പോണത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ആ ടൈമിൽ ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു, 2ാം ശനിയാഴ്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ധ്യാനത്തിൽ ഞാൻ വന്ന് പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ അപ്പോൾ എൻ്റെ ഡാഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വന്ന് പ്രാർത്ഥിച്ചു. എക്സാംസിനൊക്കെ ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴേക്കും എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെന്തിഞ്ഞയിൽ കാശ് രൂപം ഇട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അത് എനിക്കൊരു ധൈര്യമായിരുന്നു. കാരണം എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എനിക്ക് ഈ എക്സാംസ് ഒന്ന് എഴുതി തീർക്കാൻ പറ്റണേ മാതാവേ എന്നായിരുന്നു. കാരണം ഈ ടൈം പോകുന്നതനുസരിച്ച് എനിക്ക് ടെൻഷൻ കൂടുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോഴേക്കും ഞാൻ ഉടമ്പടി കാശ് രൂപം പിടിച്ചിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നേച്ചാൽ. പക്ഷെ എനിക്കതെന്തോ ഒരു നല്ലൊരു ധൈര്യം എനിക്ക് പകർന്നു. എനിക്ക് പെട്ടെന്ന് എനിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി തീർക്കാൻ പറ്റി. എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇതുവരെ അക്കൗണ്ടൻസിക്ക് ആ ടൈമിൽ ഞാൻ ക്ലാസ്സിൽ ഇതുവരെ പാസ്സാവാത്ത എനിക്ക് 94% അക്കൗണ്ടൻസി പാസ്സാവാൻ പറ്റി. പിന്നെ അതുകൂടാതെ എല്ലാ കോഴ്സിനും എനിക്ക് എല്ലാ സബ്ജക്ട്സിനും അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി. 83% എനിക്ക് 12th പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ അത് അപ്പോൾ ഉടമ്പടിക്ക് മുമ്പുള്ള അനുഭവമാണ്. ഉടമ്പടി എടുത്തത് ഞാൻ ഒക്ടോബർ 9, 2022. അത് ഞാൻ IELTS അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ IELTS അറ്റംപ്റ്റ് ചെയ്തു. ഞാനപ്പോൾ CBSE പഠിച്ചത്. അപ്പോൾ എനിക്കൊരിതുണ്ടായിരുന്നു, IELTS എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒന്ന് എനിക്കൊക്കെ 12th ഉണ്ടായ കോഴ്സൊക്കെ പോലെ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാനൊക്കെ ആയിരിക്കും, വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള ഇതിൽ ഞാൻ പോയി അറ്റംപ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാനത് ഫെയിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും വന്ന് ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ ഒക്ടോബറിൽ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ടെസ്റ്റ് ഡേറ്റ് എടുത്തായിരുന്നു. അപ്പോഴേക്കും നോർമൽ ആദ്യത്തെ ഉടമ്പടിയാണല്ലോ. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തു പോയി. ആ ടൈമിലായിരുന്നു എക്സാംസ് വന്നു, അറ്റംപ്റ്റ് ചെയ്തു. ആദ്യത്തെ ഇൻവിജിലേറ്റേഴ്സ് തന്നെയായിരുന്നു സ്പീക്കിംഗ് ഇൻവിജിലേറ്റ് ചെയ്ത് അവർ തന്നെയായിരുന്നു എനിക്ക് സെക്കൻഡ് ടൈമിലും. അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അറ്റംപ്റ്റ് ചെയ്തു. അച്ഛൻ്റെ അടുത്ത് നിന്ന് വന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു. തലേ ദിവസം തന്നെ വന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ചു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അച്ഛനൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കരച്ചിലും ഭയങ്കര ഒരു പ്രയാസം മനസ്സിൽ. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു അനുഭവമായിരിക്കും, എനിക്ക് എന്തായാലും ഈ പ്രാവശ്യം കിട്ടും എന്നുള്ള കോൺഫിഡൻസിൽ ഞാൻ പോയി എഴുതി. ഇതേപോലെ എനിക്ക് റീഡിങ് നല്ല പാടായിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റിലും റീഡിങ് തന്നെ പാടായിരുന്നു. ബാക്കിയെല്ലാം മര്യാദക്ക് നോക്കാഞ്ഞുകൊണ്ട് അത് ആദ്യത്തെ അറ്റംപ്റ്റിൽ പോയി. 2ാമത്തെ അറ്റംപ്റ്റിലും ഞാൻ പഠിച്ചു, പക്ഷേ റീഡിങ് എനിക്ക് പാടായതുകൊണ്ട് ഞാൻ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷെ അതും എനിക്ക് റീഡിങ്ങിൽ പോയി, ഞാനത് ഫെയിലായി. അപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനം ഞാൻ കേട്ടായിരുന്നു, ഇങ്ങനെ പറയുന്നത് ഈ ചവിട്ട് നാടകം കളിക്കുന്ന ആൾക്കാർ ആദ്യം ഇങ്ങനെ ചവിട്ടി നോക്കും സ്റ്റേജ് ഉറപ്പുണ്ടോ എന്ന്. അപ്പോൾ മാതാവിൻ്റെന്ന് നമുക്ക് ഇങ്ങനെ ഓരോ ഇത് വരും, നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും നമുക്ക് അത്രയും സ്ട്രോങ് ആണോ നമ്മളുടെ വിശ്വാസം എന്ന്. പക്ഷെ ഞാൻ എപ്പോഴും ഇത്രയും നാൾക്ക്, എനിക്കിപ്പോൾ 24 വയസ്സായി, ഞാൻ ഇത്രയും നാളും ഞാൻ മാതാവിനെയോ ഈശോനെയോ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഒരു കാര്യത്തിലും. എനിക്കെന്ത് കിട്ടിയില്ലെങ്കിലും ഞാനത് നല്ലതിനായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ 3ാമത്തെ ഞാൻ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ 3ാമത്തെ ടെസ്റ്റ് ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നല്ല വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ടെസ്റ്റ് ഡേറ്റ് എടുത്തത്. അപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ കൂടുതൽ നേരം പ്രാർത്ഥിക്കാനും 12 മണി സമയത്ത് അഖണ്ഡ ജപമാലയും വെളുപ്പിന് 3 മണിക്ക് കുരിശിൻ്റെ വഴി ചെല്ലുകയും അങ്ങനെയൊക്കെ ഞാൻ ഇതിനു വേണ്ടി മാത്രം ഞാൻ സമയം കണ്ടെത്താൻ തുടങ്ങി. ആ സമയത്ത് പ്രേക്ഷിത വേല എന്ന് പറയുമ്പോഴേക്കും ഓർഫനേജിലൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ പള്ളിയിൽ പേപ്പർ കൊടുത്തായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്ത് തേർഡ് അറ്റംപ്റ്റിൻ്റെ സമയത്ത് സ്പീക്കിംഗ് ടെസ്റ്റ് ഡേറ്റിൻ്റെ സമയത്ത് എനിക്ക് രാവിലെ വെളുപ്പിനായപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു പനി, മേലൊക്കെ വിറവൽ പോലെ, എന്നിട്ട് എനിക്ക് ഭയങ്കര ചുമയും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നല്ല ഹൈ ഫീവറായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, അയ്യോ എനിക്ക് ഇന്ന് ടെസ്റ്റ് ഡേറ്റ് മാറ്റിയെടുക്കണം, അതിന് 2000 രൂപ 4000 രൂപ അഡീഷണൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ഇല്ല, എനിക്ക് മാതാവ് ചിലപ്പോൾ ഇതും എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണേയിരിക്കും. ഞാനപ്പോൾ ഓയിൽ എടുത്ത് തൊണ്ടയിൽ പുരട്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, സ്പീക്കിംഗ് കഴിയണവരെങ്കിലും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവല്ലേ, കാരണം അല്ലെങ്കിൽ അത് അവരൊരു ഡീമെറിറ്റായിട്ട് കൺസിഡർ ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഈ 3ാമത്തെ ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് 2 പ്രാവശ്യം വന്ന ഒരു വചനം എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ഒരു വചനം കിട്ടി. എൻ്റെ അനിയത്തി ഇതെടുത്തപ്പോഴേക്കും വെറുതെ അവൾ എടുത്തതാണ്, അപ്പോൾ എൻ്റെ കാര്യം പ്രാർത്ഥിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അവൾക്ക് ഇത് കിട്ടി. പക്ഷെ ഞാനിത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഈ വചനം കിട്ടിയെന്ന്. എനിക്കൊരു റിസൾട്ട് കിട്ടിയിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പോയി. എനിക്ക് നല്ല രീതിക്ക് 3ാമത്തെ അറ്റംപ്റ്റിലും സെയിം ഇൻവിജിലേറ്റർ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻറ്റോടെ ചെയ്യാൻ പറ്റി. പിന്നെ റൈറ്റിംഗ് ലിസണിങ് എന്ന് പറയുമ്പോഴേക്കും റൈറ്റിംഗ് എനിക്ക് പറ്റും, പക്ഷേ ആ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യലാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഈശോയും അമ്മ മാതാവ് എൻ്റെ കൂടെ വരണം ആ എക്സാം ഹോളിൽ. ഈശോയുടെ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ കയറുന്നുണ്ടെങ്കിൽ ഈശോ എൻ്റെ അമ്മാതാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കയറുള്ളൂ എന്നുള്ളൊരു മനസ്സിലൊരു ഉറച്ചൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ പോയത്. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാനപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് വെച്ച് എഴുതിയത് കൊണ്ടിട്ട് മോതിരത്തിൽ ഞാൻ കാശുരൂപം ഇട്ടിട്ട് കെട്ടി വെച്ചിട്ടാണ് ഞാൻ എഴുതാറ്. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ എനിക്കൊരു സ്പീഡ് കിട്ടുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ ഞാൻ എക്സാമൊക്കെ അറ്റംപ്റ്റ് ചെയ്ത്. പക്ഷേ ഇത് എക്സാമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഹോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കെന്തോ ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു, ലൈക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി, എനിക്ക് എക്സാം ഞാൻ പാസ്സാവും, എന്തോ ഒരു പ്രസൻസ് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ റീഡിംഗ് ഒക്കെ ഞാൻ എവിടേക്കോ നോക്കിയ ഒരു ഭാഗമൊക്കെയാണ് എനിക്ക് കിട്ടിയേക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വരണം. ഈ 2 ആഴ്ച ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 12 മണിക്ക് അഖണ്ഡ ജപമാല, കുരിശിൻ്റെ വഴി അങ്ങനെയൊക്കെ ചെല്ലുമായിരുന്നു. പിന്നെ ഞാൻ ഫോൺ കംപ്ലീറ്റ്ലി മാറ്റി വെച്ചായിരുന്നു ആ 2 ആഴ്ച. കാരണം ഞാൻ എന്തെങ്കിലും ഒരു ത്യാഗപ്രവൃത്തി എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഭയങ്കര അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളായിരുന്നു. ആ സമയത്ത് ഞാൻ ധ്യാനം കേൾക്കുമായിരുന്നു, അച്ഛൻ്റെ പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന എൻ്റെ തലേ ദിവസം ഒരു സാക്ഷ്യത്തിൽ പറയണ്ടായിരുന്നു. ആ ഒരു ചേച്ചി മോളുടെ എക്സാമിന് വേണ്ടിയിട്ട് റിസൾട്ട് കിട്ടേണ്ട ടൈം എന്തോ ആ ടൈമിലായപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷൻ കൊണ്ട് ഉറങ്ങാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കണം എന്നുള്ള ഒരു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ തലേ ദിവസം ഞാൻ കണ്ടിന്യൂസ് ബൈബിൾ വായിച്ച് വെളുപ്പിന് ഒരു 3 മണിയായപ്പോഴേക്കും ഞാൻ കുരിശിൻ്റെ വഴി എത്തിച്ച്. അത് കഴിഞ്ഞ് പിന്നെയും കണ്ടിന്യൂസ് ബൈബിള് വായിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് എനിക്ക് ഉറക്കം വന്നു ഒരു 5 മണിയൊക്കെ അപ്പോഴേക്കും ഞാൻ പോയി. എന്നിട്ട് 5:30 തന്നെ ഞാൻ ഞെട്ടി എണീറ്റ്. കാരണം 5:30 പ്രഭാത പ്രാർത്ഥന ചെല്ലണമല്ലോ. അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കിടന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോണിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വന്നായിരുന്നു. പള്ളിയിൽ പോകേണ്ട ടൈമായിരുന്നു. പക്ഷേ എനിക്ക് പള്ളിയിലന്ന് പോയത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കല്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മെസ്സേജ് വന്നു. ഞാൻ നോക്കിയപ്പോൾ അതെന്തോ വോഡാഫോണിൻ്റെ മെസ്സേജ് ആയിരുന്നു. പിന്നെ ഞാൻ കിടന്നുറങ്ങിപ്പോയി, ലൈക്ക് ഡീപ്പ് സ്ലീപ്പായിപ്പോയി. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്വപ്നം കാണണേന് എനിക്കൊരു മെസ്സേജ് വന്നു. എന്നിട്ട് ആ മെസ്സേജ് എടുക്കുമ്പോഴേക്കും ഞാൻ കാണുന്നത് എൻ്റെ IELTS ടെസ്റ്റ് റിസൾട്ടാണ്. അത് 8776 ആണ് എൻ്റെ സ്കോർ വന്നേക്കണം. അപ്പോൾ ഞാൻ ഇത് വീട്ടിലൊക്കെ പറഞ്ഞ് സന്തോഷിക്കില്ല, ഇതാണ് എൻ്റെ സ്വപ്നം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീറ്റു. അപ്പോൾ ഞെട്ടി എണീറ്റപ്പോൾ എൻ്റെ മമ്മി ഓടി വന്നിട്ട് ചോദിച്ചു, എന്താ റിസൾട്ട് കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, അയ്യോ സ്വപ്നമായിരുന്നല്ലേ എന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു, എന്താ സ്വപ്നത്തിൽ കണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞാൻ പറയില്ല, റിസൾട്ട് വരട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കുറച്ചൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് റിസൾട്ട് വന്നു. അപ്പോഴേക്കും ലൈക്ക് ഞാൻ സ്വപ്നത്തിൽ കണ്ട സെയിം റിസൾട്ട് 8776. അപ്പോൾ എനിക്കൊക്കെ ആകെ ഒരു രോമാഞ്ചം വന്ന പോലെയായിരുന്നു. ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവ് തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ നന്ദി പറഞ്ഞു. ആ ദിവസം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ ചോദിച്ചു. പക്ഷേ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടേ സാക്ഷ്യം പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് സൈൻ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും എളുപ്പമായിരുന്നു, ലോൺ പ്രോസസ്സിങ്ങും പിന്നെ ബാക്കിയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കിട്ടും, IELTS കിട്ടാനാണല്ലോ എല്ലാവർക്കും പാട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണുണ്ട്, പക്ഷേ അത്ര തീവ്രത കുറച്ച് കുറഞ്ഞു. അങ്ങനെ ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തു 2-3 മാസം കഴിഞ്ഞിട്ട്.
എന്നിട്ട് എന്നേലും കഴിഞ്ഞ അപ്ലൈ ചെയ്തവർക്ക് വരെ വിസ കിട്ടി. അപ്പം ഞാൻ ന്യൂസിലൻഡിലേക്കാണ് അപ്ലൈ ചെയ്തത്. അങ്ങനെ ആദ്യം അവർ അപ്ലൈ ചെയ്തപ്പോഴേക്കും ആദ്യം ആ മിഷേൽ ഫെഗൻ എന്നാണ് ഇമിഗ്രേഷൻ അഡ്വൈസറിൻ്റെ പേര്. അപ്പോൾ ആ സ്റ്റാഫ് എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നു. ലൈക്ക് ആ മെയിൽ തിരിച്ച് അയച്ചിട്ട് പറഞ്ഞു വേറെ കുറേ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച ഗ്യാപ്പിലാണ് ഇവർ ഈ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം അയക്കും പിന്നെ റിപ്ലൈ തരും, ഒരെണ്ണം അയക്കും പിന്നെ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയച്ചപ്പോഴേക്കും ഇവർ ഈ പറഞ്ഞ പോലെ CAയുടെ സൈൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡാഡിയുടെ ബിസിനസ്സാണ് കൊടുത്തേക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും CAയുടെ വെരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞു. ന്യൂസിലൻഡിലെ പ്രോസസ്സിങ് കുറച്ച് പാടാണ്. അപ്പോൾ CA ഇവിടെ ആ ടേൺ ഓവർ അനുസരിച്ചൊരു CAയുടെ സൈൻ വേണ്ട. പക്ഷെ എന്നാലും ഇവർ ചോദിച്ചല്ലേന്ന് വിചാരിച്ച് CAനെ കിട്ടാണ്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ സാറിൻ്റെ ഫ്രണ്ട് ഫ്രീ ആയിട്ട് CAയുടെ സൈൻ, പുള്ളി CA ആണ്, അപ്പോൾ CAയുടെ സൈൻ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഞാൻ കൊടുത്തു. പിന്നെ എനിക്ക് മനസ്സിലായി ഭയങ്കര തടസ്സം. ഒരു 2-3 മാസമായിട്ട് ലോണൊക്കെ എല്ലാം 2-3 ആഴ്ചയ്ക്ക് അപ്രൂവായി, എല്ലാ കാര്യങ്ങളും പെട്ടെന്നായി. പക്ഷേ വിസക്ക് മാത്രം ഭയങ്കര തടസ്സം. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ജൂലൈ 18-നാണ് സ്റ്റാർട്ട് ചെയ്യണം ക്ലാസ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ജൂലൈ 16 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാമെന്ന് അമ്മനോട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് അമ്മ ഒന്ന് സഹായിക്കണം എന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവ് ഇത് ഞാൻ ഏൽപ്പിച്ച് മിഷേൽ ഫെഗനെയും ഈ ഞാൻ ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പോണ ഡോക്യുമെൻറ്റ്സിന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കണേണ്. ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ മാതാവ് കൂടെ വരുമെന്നല്ലേ പറഞ്ഞ്. അപ്പോൾ അമ്മ എൻ്റെ കൂടെ വരണം, ആ മിഷേൽ ഫെഗൻ്റെ അടുത്തും പോകണം, അമ്മ സഞ്ചാരി മാതാവായി ചെല്ലണം. എന്നിട്ട് എനിക്ക് നാളെ തന്നെ ഈ വിസ അപ്രൂവ് ചെയ്ത് തരണം. പക്ഷേ എനിക്ക് അതിലൊരു പ്രതീക്ഷയില്ല. കാരണം ഈ സ്റ്റാഫാണെങ്കിൽ ലൈക്ക് എപ്പോഴും കറക്റ്റായിട്ടല്ല റിപ്ലൈ തരുന്നത് തന്നെ, ചിലപ്പോൾ ഒരു വീക്കൊക്കെ എടുക്കും. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ എനിക്ക് വിസ അപ്രൂവ് ആയി കിട്ടി. അതും ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയി. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഒന്ന് സാക്ഷ്യം പറയണമെന്ന് എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഇതൊന്നും എൻ്റെ കഴിവാലയല്ലേ നേടിയതല്ല ഞാൻ. അപ്പോൾ ആ ദിവസം വന്നപ്പോൾ ലേറ്റായി കുറച്ച്, അപ്പോൾ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ബ്രദറിനോട് ചോദിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു പോയി വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് മന്ത് ഞാൻ വന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, ഞാൻ ഉടമ്പടി പുതുക്കാഞ്ഞത് കൊണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ ഉടമ്പടി പുതുക്കി. എന്നിട്ട് ഇപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നു. അത് കൂടാണ്ട് എൻ്റെ കോഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MCOM ആണ് എടുത്തത്. ഈ MCOM എടുത്തപ്പോഴേക്കും അത് റിസർച്ച് തീസിസ് ബേസ്ഡ് ആയിരുന്നു. ഞാൻ ഒറ്റക്കായിരുന്നു ഒരു സ്റ്റുഡൻറ്റ്. എനിക്ക് ഹെൽപ്പ് ചെയ്യാനോ എന്നെ സപ്പോർട്ട് ചെയ്യാനോ എന്താ സംഭവം എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെയുള്ള സൂപ്പർവൈസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 20-25 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള സൂപ്പർവൈസേഴ്സാണ്. അപ്പം ഞാൻ ഓരോരോ ചെറിയ ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവർ വിചാരിക്കും ഇത്രയും ഇതില്ലാണ്ടാണോ ഈ കുട്ടി വന്നേക്കണമെന്നുള്ള. കാരണം എനിക്ക് ആ ഒരു ബേസ് ഇല്ല, ഞാൻ കൂടുതലും പ്രാക്ടിക്കലാണ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്. അപ്പോൾ അങ്ങനെ ഇത് വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര ലോ മാർക്സ് ആയിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ബാക്കിയുള്ള കോഴ്സ് ജയിച്ചു. പക്ഷേ തീസിസ് ഒട്ടും എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. എനിക്ക് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചല്ല ഞാൻ കൊടുത്തേക്കണമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം. എന്നോട് പറഞ്ഞു ക്ലെയർ ഇത് മാറ്റി വേറെ കോഴ്സ് നോക്ക്, കാരണം ക്ലെയറിൻ്റെ പ്രാക്ടിക്കൽ അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് വേറെ ക്ലെയറിൻ്റെ പ്രാക്ടിക്കലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ അതിന് ഞാൻ എക്സ്ട്രാ ഒരു 10 lakhs കൂടി വേറെ അടക്കണം. പിന്നെ അതുമല്ല വിസ പ്രോസസ്സിങ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ അമ്മനോട് പ്രത്യേകം ലൈക്ക് ഇരുന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, മാതാവ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എൻ്റെ അമ്മ മാതാവാണെങ്കിൽ എനിക്ക് ഈ ഒരു കടമയും കൂടി കടക്കാൻ എൻ്റെ അമ്മ മാതാവ് സഹായിക്കുമെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. എനിക്ക് വീട്ടിലിത് പറയാൻ പറ്റില്ല, കാരണം അവരും പ്രയാസപ്പെടും. അപ്പോൾ അതുകൊണ്ടിട്ട് അമ്മ എനിക്കൊരു വഴി കാണിച്ചു തന്നെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ മാതാവ് ഈശോയെ എന്നെ ഇവിടെ എത്തിച്ചെങ്കിൽ അമ്മ മാതാവ് ഈശോയും തന്നെ ഇത് പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കുമെന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്വപ്നം കണ്ടത്, ഒരു കപ്പ് ഓഫ് കോഫിയിൽ മാതാവിൻ്റെ കാശിരൂപ. അപ്പോൾ ഈ കോഫി കുടിക്കണത് എൻ്റെ മാഡമാണ്, എൻ്റെ മെയിൻ സൂപ്പർവൈസറാണ് ഇത് കുടിക്കണത്.
അപ്പോൾ കോഫി അല്ലെങ്കിൽ മിൽക്കാ പുള്ളിക്കാരി എപ്പോഴും കുടിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് കോഫിയിൽ കാശ് രൂപ ഞാൻ കാണണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഞാൻ മാഡത്തിനെ ആയിരിക്കും ചിലപ്പോൾ കണ്ടെന്നാൽ മാഡത്തിനോട് പോയി സംസാരിക്കുക. അപ്പോൾ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളുടെ കാര്യങ്ങൾ തുറന്ന് അവരോട് പറഞ്ഞാൽ അവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം ഞാൻ അവിടെ ചെന്ന് മാഡത്തിനോട് കരഞ്ഞ് ഞാൻ ഫ്രണ്ടിനോട് സംസാരിച്ച്, അങ്ങനെ ഫ്രണ്ട് എന്നോടും കൂടി പറഞ്ഞിട്ട് ഞാൻ പോയി മാഡത്തിനോട് സംസാരിച്ച്. ഞാൻ പറഞ്ഞു, മാഡം എനിക്കിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല, കോഴ്സ് എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം, ഞാൻ പാസ്സായിക്കോളാന്ന് പറഞ്ഞു. നെക്സ്റ്റ് ടൈമിൽ പാസ്സായിക്കോളാം. കാരണം ഇത് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ അവർ ജസ്റ്റ് നോക്കണം, അതിന് മാർക്കിംഗ് ഇല്ല, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ തീസിസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണേണ് അവർ. അപ്പോൾ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ അവർ പ്രതീക്ഷ അത്ര ഇതില്ല. അപ്പം ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ടൈം എന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇല്ല എനിക്കൊന്ന് സാറിനോട് സംസാരിക്കണം. സാറ് പറഞ്ഞു, ഇല്ല ക്ലെയറിനെ കൊണ്ട് ഇത് പറ്റൂല, ഒട്ടും കഴിയൂല, കാരണം ക്ലെയർ ആ ഒരു ഇതെത്തിയിട്ടില്ല എന്നുള്ള ഇതെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം, എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ. അങ്ങനെ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും എന്നെ, കാരണം ഞാൻ ഒറ്റ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ വേറെ ആരും എനിക്ക് ഹെൽപ്പിന് ചോദിക്കാനായിട്ട് വേറെ ആരുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സെമസ്റ്ററിൽ തന്നെ ഒരു പുതിയ മാഡം അവിടെ വന്ന്. യൂഷ്വലി 2 സൂപ്പർവൈസേഴ്സാണ് ഒരു സ്റ്റുഡൻറ്റിനുള്ളത് മിനിമം. മോർ ദാൻ 2 എടുക്കാം, പക്ഷേ മിക്കവർക്കും 2 ആണ്. അങ്ങനെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ആ മാഡം എനിക്ക് എൻ്റെ സൂപ്പർവൈസർ ഒരു 3ാമത്തെ ഒരു സൂപ്പർവൈസറിനെ തന്നു. ആ സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാഡം ആയിരുന്നു. എനിക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണമെന്ന് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനപ്പോൾ എനിക്കൊരു ഡൗട്ട് ചോദിച്ചു, ഇങ്ങനെ ഇതെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി എനിക്ക് കുറേ എക്സാമ്പിൾസ് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ പുള്ളിക്കാരി എനിക്ക് കുറച്ച് ഗൈഡൻസ് തന്നു. ഇങ്ങനെയാണ്, എനിക്കൊരു ഗൈഡൻസിൻ്റെ കുറവായിരുന്നു. അങ്ങനെ എനിക്ക് ഗൈഡൻസ് തന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഈ തീസിസ് ഞാൻ ഫുള്ളി സബ്മിറ്റ് ചെയ്തു. പക്ഷേ എനിക്കറിയാം എൻ്റെ സൂപ്പർവൈസേഴ്സ് എന്നെക്കുറിച്ച് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഭയങ്കര കോൺഫിഡൻസോടെ എൻ്റെ ലാസ്റ്റ് തീസിസ് സബ്മിറ്റ് ചെയ്തത്. എന്തോ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിനെ സഹായിക്കുമെന്ന്. കാരണം ഞാൻ കൈവച്ചാണ് കൂടുതലും തീസിസ് എഴുതണത്. ലാപ്ടോപ്പിൽ യൂസ് ചെയ്യൽ കുറവാണ്, കാരണം തിങ്കിങ് കൂടുതൽ കൈവച്ച് എഴുതുമ്പോഴോ അങ്ങനെ ഒരു എൻഡ് കിട്ടാണ്ടാവുമ്പോഴും. അല്ലാതെ എപ്പം ഞാൻ തീസിസ് എഴുതാൻ തുടങ്ങിയാലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കൂടെ ഈശോയെ മതം വന്ന് എൻ്റെ കൈപിടിച്ച് എഴുതിപ്പിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. പിന്നെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കൺക്ലൂഷൻ കിട്ടാനുള്ള തീസിസിൽ ചെയ്ത് കഴിയും, പിന്നെ ബാക്ക് ടു ആദ്യത്തേലോട്ട് ഞാൻ പോകും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീസിസ് കൺക്ലൂഷൻ കിട്ടണില്ല. അപ്പം ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്നൊരു മനസ്സിലൊരു ഞാൻ എഴുതി അങ്ങനെ പോകും ഒരു കൺക്ലൂഷനിലേക്ക്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തീസിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവർ വേറൊരു ഇത് തന്ന പ്രശ്നം, ഒരു പ്രലോഭനം വന്നതെന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫെബ്രുവരിയിലാണ് എൻ്റെ വിസ അവസാനിക്കുന്നത്. അപ്പോൾ തീസിസ് ആയതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനേക്ക് അവർ കറക്റ്റ് ചെയ്ത് തരണം, നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് കറക്റ്റ് ചെയ്ത് തരണമെന്ന്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ മാഡത്തിനോട് പറഞ്ഞായിരുന്നു ജാനുവരി എൻഡോടെ എനിക്ക് കിട്ടിയാലേ എനിക്ക് വിസക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഇവർ പറഞ്ഞു അവർക്ക് വേറെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടിട്ട് ഫെബ്രുവരി എൻഡോടെ ക്ലിയറിന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. ഞാൻ അപ്പോഴും മാതാവിനെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഇത്രയും വരെയൊക്കെ എത്തിച്ചില്ലേ, അപ്പോൾ ഇനി ബാക്കി എന്നെ സഹായിക്കും എന്നൊക്കെ ഒരു വിശ്വാസം എനിക്ക്, മനോധൈര്യം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഇങ്ങനെ പറഞ്ഞ സൂപ്പർവൈസേഴ്സ് അവരെന്തെന്ന് വെച്ചാൽ എൻ്റെ മാഡം സംസാരിച്ചിട്ട് ഇവർ പറഞ്ഞ ഡേറ്റിനേലും മുമ്പ് അവർ തന്നു. ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ച, മാതാവേ എനിക്ക് എപ്പോഴും അനുഗ്രഹങ്ങൾ കിട്ടുന്ന ട്യൂസ്ഡേസാണ്. ഫസ്റ്റ് ജോലി കിട്ടിയ ട്യൂസ്ഡേയാണ്, സെക്കൻഡ് ജോലി കിട്ടിയതും ട്യൂസ്ഡേയാണ്, പിന്നെ ഓരോരോ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണ എല്ലാം ട്യൂസ്ഡേ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ ജാനുവരി എൻഡിൻ്റെ എൻഡ് ആവാറായ ട്യൂസ്ഡേന് മുമ്പുള്ള ആഴ്ച ഞാൻ പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് വീക്കാണ് ലാസ്റ്റ് വീക്ക് ജാനുവരിയുടെ, അതിൻ്റെ ഈ ട്യൂസ്ഡേ എനിക്ക് റിസൾട്ട് തരണം മാതാവേ. കാരണം എനിക്ക് പ്രതീക്ഷയില്ല, ഇവർ തരൂല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. മാഡത്തിനോട് ചോദിച്ചപ്പോൾ ഇവർ തരും എന്ന് പറയുന്നുണ്ട്, യൂണിവേഴ്സിറ്റിനോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ് തരൂല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ പക്ഷേ എനിക്ക് പ്രാർത്ഥന എന്നെ ഒരു ബലമുണ്ടായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അനുഗ്രഹം ഒരു അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആ ജാനുവരിയുടെ ലാസ്റ്റ് വീക്ക് ട്യൂസ്ഡേ എനിക്ക് ഇവർ ഗ്രേഡ് എനിക്ക് അവർ പാസ്സായി എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ അയച്ചു. ആൻഡ് എനിക്ക് ഒട്ടും പാസ്സാവില്ല എന്ന് പറഞ്ഞ് എനിക്ക് B+ഓടെ തീസിസ് പാസ്സാവാൻ എൻ്റെ മാതാവ് സഹായിച്ചു. ഇതൊന്നും എൻ്റെ കഴിവാലല്ല, ഈശോയെ അമ്മാതാവ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഈ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്
സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഡൊണേഷനൊക്കെ ചോദിക്കുമ്പോൾ അത് അങ്ങനെ കൊടുക്കാറുണ്ട്. അതല്ലാതെ പ്രേക്ഷിത വേല ചെയ്യാറുണ്ട്. പിന്നെ ഓർഫനേജിലൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് മഹദാനുരായിരം കോടി നന്ദി. എഫേസസ് 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, ക്ലെയർ ഡാനിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് +2 പരീക്ഷ പാസ്സായി, IELTS പാസ്സായി, വിസ പ്രോസസ്സിങ് വളരെ പ്രയാസമായി അത് നടന്നു. അതിനുശേഷം ന്യൂസിലൻഡിൽ ചെന്നുകൊണ്ടുള്ള ഒരു പരീക്ഷ പാസ്സായി. പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയും, ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം 12ാം ക്ലാസ്, അതായത് +2 പരീക്ഷ പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് +2 പരീക്ഷയ്ക്ക് പോയി. വിജയകരമായി തന്നെ അത് പാസ്സായി. അതിനുശേഷം IELTS 3 തവണ എഴുതിയിട്ട് കിട്ടിയില്ല. അച്ഛൻ്റെ ബ്ലെസ്സിങ്ങോടുകൂടി പരീക്ഷ എഴുതി. വളരെയധികം പ്രയാസമുണ്ടായിരുന്നു. ആ മേഖലയിലെല്ലാം പരിശുദ്ധ അമ്മയോട് പറയും. യൂട്യൂബിൽ ആരാധന കൂടിയപ്പോൾ അച്ഛൻ്റെ ക്ലാസ്സിലൂടെ കേട്ടു, ചവിട്ട് നാടകം പഠിക്കുന്നവരാദ്യം തറ ചവിട്ടി നോക്കുമെന്ന്. അപ്പോൾ പരീക്ഷിക്കുന്നത് നിങ്ങൾ വിജയകരമായി എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിജയിക്കുമെന്നുള്ള ഉറപ്പുണ്ടാകണം. അപ്പോൾ ആദ്യം ഒരു പരീക്ഷണം നോക്കി, ചവിട്ടി നോക്കി, ഇത് കിട്ടുമോയെന്ന്. അങ്ങനെ അത് പ്രതീക്ഷ കൊടുത്തു. പരിശുദ്ധ അമ്മയുടെ കയ്യിലല്ലേ കൊടുത്തത്, അത് അമ്മ എനിക്ക് തരുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി IELTS 3 തവണ എഴുതി പാസ്സായി. ആ 3 തവണയും നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ഉണ്ടായിരുന്നു. അതിനുശേഷം വിസ പ്രോസസ്സിങ്ങിൽ വളരെയധികം ക്ലേശകരമായ കാര്യങ്ങളാണ് നടന്നത്. അവിടെയെല്ലാം അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. പലവിധ പ്രാർത്ഥനകൾ, കുരിശിൻ്റെ വഴിയും ഉടമ്പടി പ്രാർത്ഥനയും പ്രേക്ഷിത പ്രാർത്ഥനയും പ്രതിഷീകരണ പ്രാർത്ഥനയും, ഇതെല്ലാം പ്രാർത്ഥിക്കുക, നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മയെ വിടാതെ അമ്മയോടുകൂടി ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഏതെല്ലാം മേഖലയിലാണോ അമ്മയുടെ സഹായം വേണ്ടതെന്ന് അമ്മ കരുതി ആ മോൾക്ക് സഹായം ചെയ്തു കൊടുക്കുകയാണ്. അതിനുശേഷം ന്യൂസിലൻഡ് ചെന്ന് കഴിഞ്ഞുള്ള ടെസ്റ്റിങ്ങിലായിരുന്നു വളരെ പരീക്ഷണങ്ങളുണ്ടായത്. ഓരോ ടെസ്റ്റ് നടത്തുമ്പോഴും ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും വളരെ സങ്കടപ്പെട്ടാണ് പോരുന്നത്. അവിടെയെല്ലാം നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയോട് കരഞ്ഞപേക്ഷിക്കുകയാണ്. ഇതിനുള്ളിൽ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ എല്ലാം അമ്മയോട് പറയുകയാണ്, അമ്മേ എന്നെ കൈവിടരുതേ. അമ്മ ഈശോയോട് പറഞ്ഞ് എൻ്റെ ഈ കാര്യത്തിന് അമ്മ എനിക്കൊരു പരിഹാരം കാണിച്ചു തരണമേ. ഉടമ്പടി ഉടനടി പരിഹാരമല്ലേ, എനിക്കത് സാധിച്ചു തരണമെന്ന് അമ്മയോട് പറയുകയാണ്. ഒരു മേഡത്തിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്കിത് തിരിച്ചു വയ്ക്കോളൂ, നിങ്ങൾക്കിതൊന്നും സാധ്യമാകത്തില്ലെന്ന്. ഒത്തിരിയേറെ പണം മുടക്കിയാണ് വന്നെന്നെല്ലാം അവരോട് പറഞ്ഞിട്ട് അവർ ആ സങ്കടമൊന്നും കേട്ടില്ല. സങ്കടം കേൾക്കുന്നവരോടല്ലേ സങ്കടം പറയാൻ പറ്റൂ. പരിശുദ്ധ അമ്മയോട് വീണ്ടും വന്ന് പറഞ്ഞു, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. മുട്ടുമേൽ നിന്നും കൈവിരിച്ച് പിടിച്ചുമൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവിടെ ആ മേഡത്തിന് പകരം വേറൊരു മേഡം, എല്ലാവർക്കും 2 ഇൻ്റർവ്യൂ നടത്താൻ 2 പേരെയാണ് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ 3-മതൊരാളെ കൊടുക്കുകയാണ് മാതാവ്. ആ മേഡം ഇവർക്ക് ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തു. പരിശുദ്ധ അമ്മ ആളയക്കുകയാണ്. ആ മേഖലയിലെല്ലാം സഞ്ചാരി അമ്മയായിട്ട് എന്നു ആ മോൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് അവളെ പരീക്ഷയിൽ വിജയിപ്പിച്ചു. അവൾക്ക് ആദ്യമായി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോകണമെന്നായിരുന്നു. എന്നാൽ സാഹചര്യം മോശമായതുകൊണ്ട് അവിടെ ന്യൂസിലൻഡിൽ പോയിട്ട് തിരിച്ചു വന്ന് ഉടനെ സാക്ഷ്യം പറയുകയാണ്. സാക്ഷ്യം പറയാൻ മടിച്ചു നിൽക്കരുത്.
കിട്ടുന്ന കാര്യം ഉടനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകണം. സാക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. ദൈവം നിങ്ങളെ മഹത്വപ്പെടുത്തും. അവരുടെ മനസ്സും പ്രവൃത്തിയും കണ്ട ദൈവം അവർക്ക് ഉടനടി പരിഹരിച്ച് അവരെ സാക്ഷ്യം പറയാൻ ഉടനെ എത്തിക്കുകയും അവരുടെ ജീവിതത്തിൽ വിജയകരമായ എല്ലാ കാര്യങ്ങളും അമ്മ തമ്പുരാനോട് പറഞ്ഞു മേടിച്ചു കൊടുക്കുകയും ചെയ്തു. ഉടമ്പടി ഉഴപ്പാതെ വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടി നിങ്ങൾ പ്രവർത്തിച്ചാൽ, നിങ്ങൾ പ്രവൃത്തിയാണ് ഉടമ്പടി ജീവിതമെന്ന് കരുതി പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിയും ചെയ്താൽ, അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് മറ്റുള്ളവർക്ക് അവർ ചെയ്യുന്ന മേഖലയിലെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം അവർ സാമ്പത്തികമായും ഭക്ഷണമായും വസ്ത്രമായൊക്കെ സഹായിച്ചു. ഇങ്ങനെ ഓരോ മേഖലയിലും ഉടമ്പടി ജീവിതം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിധി ചെയ്തപ്പോൾ അമ്മ അവർക്ക് ഒരിക്കലും സാധിക്കില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സമയം ചുരുക്കി അവർക്ക് ചെയ്തു കൊടുത്തു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ കർത്താവ് യേശുക്രിസ്തു വഴി നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം നേടിത്തരുമെന്ന് പറയുന്ന വചനം ഇവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊടുത്തു.